എറണാകുളം ജില്ലയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ തട്ടിപ്പിനിരയായ വടക്കൻ പറവൂരിൽ ആളുകൾ കോടതി പരിസരത്ത് ഒത്തുചേർന്നു. 500-ലധികം പേരാണ് പറവൂരിൽ മാത്രം പറ്റിക്കപ്പെട്ടത്. കൊച്ചിയിൽ നിന്നും നിതുൻ അംബുജൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പിൽ പറവൂരിൽ മാത്രം 1000-ലധികം പേരാണ് ഈ തട്ടിപ്പിന് ഇരയായത്. ഏതാണ്ട് 535-ലധികം പരാതികൾ ഇതിനും തന്നെ പറവൂരിൽ മാത്രം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ ഈ പറവൂരിൽ ഈ തട്ടിപ്പിനിരയായവർ ഒരു ആക്ഷൻ കൗൺസിൽ കമ്മിറ്റി രൂപീകരിക്കാനായി ഒത്തുകൂടിയതാണ്. പണം നഷ്ടപ്പെട്ട നിരവധി ആളുകൾ ഇവിടെയുണ്ട്. പകുതി വിലയ്ക്ക് ഗൃഹോപകരണങ്ങളും സ്കൂട്ടറും ലഭിക്കുമെന്ന് അറിഞ്ഞതോടെ പലരും ഈ മോഹന വാഗ്ദാനത്തിൽ വീണുപോവുകയായിരുന്നു. കടം വാങ്ങിയും വായ്പയെടുത്തും സ്വർണം വിറ്റും തട്ടിപ്പ് സംഘത്തിന് പണം നൽകി. ജനസേവാ ട്രസ്റ്റ് മുഖേനയാണ് പകുതി വിലയ്ക്ക് സാധനങ്ങൾ ലഭിക്കുമെന്ന വാട്സ്ആപ്പ് സന്ദേശം ഇവർക്ക് ലഭിക്കുന്നത്. ആ വാട്സ്ആപ്പ് സന്ദേശത്തിൽ പറഞ്ഞതുപോലെ ഏജന്റിനെ ബന്ധപ്പെട്ടു. പിന്നീട് രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കി. ഈ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കിയ പലർക്കും പിന്നീട് പണം ലഭിച്ചില്ല. ചില ആളുകൾക്ക് ഇതുമായി ടോക്കൺ ലഭിച്ചു. ഈ ടോക്കൺ ലഭിച്ച ആളുകൾക്കും പണം നഷ്ടപ്പെട്ടു എന്നല്ലാതെ മറ്റ് ആനുകൂല്യങ്ങൾ ഈ വാഗ്ദാനങ്ങളൊന്നും തന്നെ ലഭിച്ചിരുന്നില്ല. എന്തായാലും പണം നഷ്ടപ്പെട്ട ആളുകൾ ഇവിടെ ഒത്തുകൂടി തുടർ നീക്കങ്ങൾ ആലോചിക്കുകയാണ്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഒരു നിയമ നടപടി അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നത്. സ്വർണ്ണം ഉണ്ടായത് വേണമെങ്കിൽ വെച്ചാണ് കൊടുത്തത്, കെട്ടുകാലി വേണമെങ്കിൽ വെച്ചാണ് കൊടുത്തത്. ഇത് കിട്ടിയാൽ നമുക്ക് ഇനിയിപ്പോ വണ്ടി വേണം, നമുക്ക് കടം വീട്ടിൽ നിൽക്കാലോ നേരെ. പകുതി വിലക്ക് വാഹനം തരാമെന്നും പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അപേക്ഷ കൊടുത്തത്. അവരുടെ മേരിയുടെ അക്കൗണ്ടിലേക്ക് ജസ്റ്റിസിന്റെ അക്കൗണ്ടിലേക്ക് നമ്മൾ 62,000 രൂപ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. പക്ഷേ 6 മാസത്തിനുള്ളിൽ തരാമെന്നാണ് പറഞ്ഞത്. പിന്നീട് 6 മാസം കഴിഞ്ഞിട്ട് കിട്ടാണ്ടായി കഴിഞ്ഞപ്പോൾ നമ്മൾ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് 11 മാസത്തിനുള്ളിൽ തരുമെന്നാണ്. പക്ഷെ ഇതുവരെയും ഒരൊന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങളിപ്പോൾ എല്ലാവരും ഞങ്ങളുടെ ചെറിയ മക്കളുടെ സ്വർണ്ണം എടുത്തിട്ടാണ്, കുഞ്ഞുങ്ങളുടെ സ്വർണ്ണം എടുത്തിട്ടാണ് ഇതിനുവേണ്ട കാശ് ആക്കിയത്. ഞാൻ ഏപ്രിൽ 5-ാം തീയതി കൊടുത്തതാണ്. ആക്ടിവയ്ക്ക് വേണ്ടിയിട്ടാണ് ചെയ്തത്. 62,000 രൂപ. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേരാണ് ഇന്ന് പറവൂർ കോടതി പരിസരത്ത് ഇത്തരത്തിൽ ഒത്തുകൂടിയിരിക്കുന്നത്. കൈക്കുഞ്ഞുങ്ങളുമായി നിരവധി പേർ ഇവിടെ വന്നു. എന്തായാലും വലിയ ആശങ്ക തന്നെയാണ് ഈ പണം നഷ്ടപ്പെട്ടവർ ഉയർത്തുന്നത്. എന്നിവരുടെ പണം തിരികെ ലഭിക്കുമെന്ന് അറിയാതെ നിരവധി പേർ ഇവിടെ ഒത്തുകൂടുന്നു. 14-ാം തീയതി വരെ, ഈ മാസം 14-ാം തീയതി വരെ കാത്തു നിൽക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിനുശേഷവും പണം ലഭിച്ചില്ല എങ്കിൽ നിയമ നടപടിക്ക് എന്തായാലും മുന്നോട്ട് പോകുമെന്ന് ആലോചിക്കുന്നുണ്ട്. എന്തായാലും ശക്തമായ നടപടി സ്വീകരിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ തട്ടിപ്പിനിരയായവർക്ക് പണം നൽകണമെന്നാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം. പറവൂരിൽ നിന്ന് നിഖിൽ നിളയോടൊപ്പം നിതിൻ അംബുജൻ, 24.